ട്രെൻഡ് നോക്കിയാണോ കഴിവ് നോക്കിയാണോ +1 ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യുന്നത്? പലപ്പോഴും കുട്ടികൾ ട്രെൻഡ് നോക്കിയാവും സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് ക്ലാസ്സിലിരുന്ന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് എനിക്ക് പറ്റിയ കോഴ്സല്ല എന്ന്. അങ്ങനെ അവർ അത് ഡ്രോപ്പ് ഔട്ട് ആവുകയും ഒരു വർഷവും അതിനടച്ച തുകയും നഷ്ടമാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കഴിവ് തിരിച്ചറിയാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? പലതരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഇന്ന് ലഭ്യമാണ്. അതിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ പേര് സൈക്കോമെട്രിക് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്നാണ്. ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 16 പേജുള്ള പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കുകയും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഡോമിനൻ്റ് ഏരിയ, പേഴ്സണാലിറ്റി ഡോമിനൻ്റ് ഏരിയ, അതുപോലെ ഓരോ മേഖലയിലും നിങ്ങൾക്കുള്ള കഴിവുകൾ, അതിൻ്റെ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ 10 കോഴ്സുകൾ അവർ പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ ഈ കോഴ്സുകൾ ലഭ്യമാകുന്ന സ്ഥലങ്ങൾ, ഈ കോഴ്സിൽ മായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഡിഗ്രി ഏതാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതാണ്, PhD ഏതാണ്, അതുപോലെ പേരൻസ് നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്, അതുപോലെ തന്നെ ഈ കോഴ്സുകൾ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ ജോബ് ലഭിക്കും, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ലഭ്യമാകുന്ന ഒരു ടെസ്റ്റാണ് സൈക്കോമെട്രിക് അസസ്മെൻറ്റ് ടെസ്റ്റ്. ഈ ടെസ്റ്റിന് വിധേയമായ ശേഷം കോഴ്സുകൾ സെലക്ട് ചെയ്യുക.